മാഷെ, സവർക്കറെ പഠിപ്പിക്കും, ഗോൾവാൾക്കറെ പഠിപ്പിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ പലർക്കും നൊന്തു. എന്തിനാണ് ഈ നോവലും പൊള്ളലും എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ചോദ്യം ഇതാണ്: പഠിപ്പിക്കുമ്പോൾ എല്ലാത്തിനെ കുറിച്ചും പഠിപ്പിക്കട്ടെ. ബാക്കി വേണ്ടത് എന്താണെന്നുള്ളത് ഈ പഠിച്ചവരാണല്ലോ വിമർശന ബുദ്ധിയോടുകൂടി കണ്ട് കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കേണ്ടത്. അതിനെ ഇത്രയും വലിയ പ്രശ്നമാക്കിയിട്ട് ഒരു വർഗീയവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് വിഷയമാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? ഇല്ല. സത്യത്തിൽ കെ സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. വളരെ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും കേരളത്തിലെ ഒരു അന്തരീക്ഷത്തിൽ ഈ ബി ജെ പിയെ നിരന്തരമായി ആവശ്യത്തിനും അനാവശ്യത്തിനും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ പ്രകോപനം കൊണ്ടാണ് കേരളത്തിലെ BJP വളരുന്നതും. ഞാൻ എപ്പോഴും പറയുന്നത് അവർ സ്നേഹത്തോടെയും സംവാദത്തോടെയും വേണം. ജനാധിപത്യവാദികളായ ആരും, എനിക്ക് രാജ്യത്തെ ഏത് പാർട്ടിയിലും ചേരാൻ അവകാശമുള്ളതുപോലെ, ഏത് മതത്തിലും ചേർന്ന് ജീവിക്കാൻ അവകാശമുള്ളതുപോലെയാണ് ഈ രാജ്യത്തെ ഏത് പൗരനും ഏത് മതത്തിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്ന് വിശ്വസിക്കാൻ. ആ ഒരു ജനാധിപത്യ ബോധത്തിലേക്ക് ഇപ്പോഴും കേരളം വളർന്നിട്ടില്ല. ഞാനിപ്പോൾ സംഘപരിവാറിൻ്റെ വേദികളിൽ സംവാദത്തിന് പോകാൻ പാടുണ്ടോ എന്ന ഒരു തർക്കം വന്നിട്ട് സംവാദത്തിന് പോയതിൻ്റെ പേരിൽ നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ട ഒരു ഭാഗ്യഹീനനാണ് ഞാൻ. അപ്പോൾ എനിക്കത് പറയാൻ അവകാശമുണ്ട്. ഞാൻ എപ്പോഴും ഇവർ പറയുന്നത്, നിങ്ങൾ ഈ സംഘപരിവാറിനെ ഈ വടിവാള് കൊണ്ടും തോക്കുകൊണ്ടും നേരിടാൻ പോയിട്ട് നശിപ്പിച്ചു കളയാം, അങ്ങനെ തോൽപ്പിച്ചു കളയാമെന്ന് വ്യാമോഹിക്കുന്നത് എന്തുമാത്രം വലിയ മണ്ടത്തരാണ്. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ട് അവർ വളർന്നിട്ടല്ലേ ഉള്ളൂ, വളരെയല്ലേ ഉള്ളൂ. ഈ ഒരു സമീപനം കേരളത്തിലുണ്ട്. അത് ജനാധിപത്യത്തോടുള്ള കേരളത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റിൻ്റെ അപകടമാണ്. അങ്ങനെ അല്ല വേണ്ടത്. നിങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞു നോക്കൂ. ഇപ്പം നീ ഇപ്പോൾ സംഘപരിവാറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ പറയുന്നത് ഞാൻ സ്നേഹത്തോടെ കേട്ടു നോക്കട്ടെ. അപ്പോൾ ഞാനും നീയും തമ്മിലുള്ള അകലം കുറയുള്ളൂ. അതിന് പകരം നിന്നെ മിണ്ടാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞാലോ, നീ കൂടുതൽ ഉച്ചത്തിൽ മിണ്ടും. അതല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ നമുക്ക് തോന്നും അങ്ങനെ പറയണോ. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സവർക്കർ എന്ന് മിണ്ടിക്കൂടാ, ഗോൾവാൾക്കർ എന്ന് മിണ്ടിക്കൂടാ. ഇന്ത്യയിൽ 100 കൊല്ലം പഴക്കമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ കുറിച്ച് പറയാൻ അവർക്ക് അവകാശമില്ലേ? അല്ലാതെ ആരാ പറയുക? RSSൻ്റെ 100ാം വാർഷികത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ കയറിയിട്ട് പറഞ്ഞു, RSSനോട് ഞാൻ ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു RSSൻ്റെ സേവനം. അത് പറയാനല്ലേ RSS ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഒരു പ്രധാനമന്ത്രിയെ ചെങ്കോട്ടയിലോളം എത്തിച്ചത്. അവർ പറയില്ലേ? അത് ജനാധിപത്യത്തിൻ്റെ അവകാശമല്ലേ? ഇത് ആലോചിച്ചു, ആരാത് ചെയ്യാത്തത്? ഞങ്ങൾ വന്നാൽ ഞങ്ങളുടെ നയപരിപാടികൾ നടപ്പാക്കും. ഇപ്പോൾ ഈ പറയുന്ന ആരോപണം എന്താ? NEP വന്നു 2010. ഇതിനു മുമ്പ് വിദ്യാഭ്യാസ പരിഷ്കാരം വന്നല്ലോ. ആ വന്നപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണോ കോൺഗ്രസിൻ്റെ നയനിലപാടുകൾ, UPA കക്ഷികളുടെ നയനിലപാടുകൾ എന്താണോ അത് മുഴുവൻ വന്നു. അക്കാലത്ത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വിഖ്യാതരായ ചരിത്രകാരന്മാർ റൊമീല താപ്പർ, ഇർഫാൻ ഹബീബ് ടീമൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ തന്നെ മാർസിയൻ ചിന്താ പദ്ധതിയിലേക്ക് ചരിത്രത്തെ മാറ്റി എഴുതിയവരാണ്. അപ്പോൾ അവരുടെ ഇടപെടലാകാമെങ്കിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ എന്താ ഇപ്പോൾ കാവ്യവൽക്കരണം എന്നവർ പറയുന്നത്? എന്താ രാഷ്ട്രീയ നിയമനങ്ങളിൽ കാവ്യവൽക്കരണം നടക്കും? രാഷ്ട്രീയ നിയമനങ്ങളിൽ BJPയും RSSും അതിൻ്റെ അനുഭാവികളും നിയമിക്കപ്പെടും. എപ്പോൾ? RSSും BJPയും നാട് ഭരിക്കുമ്പോൾ അവരുടെ അനുയായികൾ പരിഗണിക്കപ്പെടൂലേ? അതിന് പറയും ആ ഉദ്യോഗത്തിൽ ഈ ഉദ്യോഗത്തിൽ ഗവർണർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷേ അപ്പോൾ പിൻവാതിൽ നിയമനം എന്ന് പറഞ്ഞൊരു ടേം കൊണ്ടുവന്നത് ആരാണ്? അതെ, പിൻവാതിൽ. ഇതിപ്പോൾ പിൻവാതിലും അല്ലല്ലോ, നേർക്ക് നേരെ നിയമിക്കുകയാണ്. അതിൻ്റെ പരിഗണന ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനായാലും വലിയ വലിയ ഉദ്യോഗങ്ങളായാലും സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ തീർച്ചയായിട്ടും മോദി ഭരിക്കുമ്പോൾ RSSനും BJPക്കും മുൻതൂക്കം ഉണ്ടാകുന്നേ. അത് അവരാരെങ്കിലും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ, അവരാരെങ്കിലും രാജ്യവിരുദ്ധരായി പ്രവർത്തിച്ചാൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുപ്പിക്കണം. അതല്ലേ പ്രതിപക്ഷത്തിൻ്റെ പണി. അതിന് പകരം RSS ആയ ഒരാളെ നിയമിക്കാൻ പാടില്ല. ഇതിപ്പോൾ പുസ്തക പരിഷ്കാര കമ്മിറ്റി കേരളത്തിൽ ആരാ? എല്ലാ കൊല്ലവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും കൂട്ടരുമല്ലേ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ. UDF വന്നാൽ അവരുടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് മാറി വരും. അതാത് കാലത്തെ നയനിലപാടുകൾ അതനുസരിച്ച് മാറ്റം വരും. ഇതിനെന്താ പേടിക്കണത്? ഞാൻ ചോദിച്ചു. ഇപ്പോൾ പറയുന്ന കാര്യം സവർക്കറുടെ പേര് വന്നു, ഗാന്ധിവധം എടുത്തു കളഞ്ഞു. എന്തിനാ എടുത്തു കളയണത്? ഇനിയിപ്പോൾ ഗാന്ധിവധം പഠിച്ചോണ്ട് നിർബന്ധമാണ്. 2 തരത്തിൽ ഗാന്ധിവധം നമുക്ക് മറക്കാം. ഒന്ന്, ഇന്ത്യ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമല്ല അത്. ഇനിയിപ്പോൾ ഗാന്ധിവധം പറഞ്ഞേ തീരൂ എന്ന് പറയുന്നത് എന്തിനാ വാശി പിടിക്കുന്നത്? അതിലാരൊക്കെയായിരുന്നു പ്രതികൾ? സവർക്കർ അതിൽ പ്രതിയാക്കപ്പെട്ടിരുന്നു. കോടതി തെളിവില്ലാത്തതുകൊണ്ട് വെറുതെ വിട്ട ഒരാളാണ്. ഇനിയിപ്പോൾ സവർക്കർ പ്രതിയാണെങ്കിൽ തന്നെ
ഒരു ക്രിമിനൽ കേസിൽ, അതും രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ കേസിൽ, ആ ക്രിമിനൽ കേസിൽ പ്രതികളായ എല്ലാവരും ചെയ്തത് ഈ ദേശത്തോട് മഹാപാപമാണ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ് RSS. അതും കൂടി അംഗീകരിക്കണ്ടേ? ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട CPM ഇപ്പോഴും പറയുന്നത് എന്താ? TP ചന്ദ്രശേഖരനെ കൊന്നത് ഞങ്ങളല്ല, പാർട്ടിയുടെ അറിവോടുകൂടിയല്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഗാന്ധി വധിക്കപ്പെടുന്നതിന്റെ മൂലകാരണം എന്തായിരുന്നു എന്നുള്ളതിലേക്കും കൂടി പോകണ്ടേ? പോവല്ലോ, പോകണമെന്നേ ഞാൻ പറയുന്നത്. മറച്ചു വെച്ചുകൊണ്ടല്ലേ സവർക്കറുടെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ല, എല്ലാം വേണം ചർച്ച ചെയ്യുക. ഞാൻ പറയുന്നത് ചരിത്രത്തെ എടുക്കുമ്പോൾ സമഗ്രമായിട്ട് എടുക്കണം. ഒരു സംഭവം മുതലെടുത്താൽ മതിയാവില്ല. നീ പറഞ്ഞ പോലെ അതിൻ്റെ കാരണം കൂടി എടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ വലിയ തീവ്ര ഹിന്ദു വികാരമുള്ള മനുഷ്യർക്ക്, ഒരു പറ്റം ചെറിയ മനുഷ്യർ, കൂട്ടത്തിനാന്ന് വിചാരിച്ചു, ചെറിയൊരു കൂട്ടത്തിന് ഹിന്ദു മഹാസഭ പോലും ഗാന്ധിയോട് തീവ്രമായ വിരോധം പുലർത്തുന്നില്ല. അതുകൊണ്ട് തീവ്രമായ വിരോധമുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനം സ്വകാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഗാന്ധിയുടെ കൊലപാതകം നടത്തുന്നത്. അത് അന്നും ഇന്നും തെറ്റാണ്. മഹാത്മാഗാന്ധിയാണ് ശരി, മഹാത്മാഗാന്ധിയുടെ രാമരാജ്യമാണ് ഞങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ ശാഖയിലും പ്രാർത്ഥന നടത്തുന്നവരാണ് സംഘപരിവാർ. RSSകാർ അങ്ങനെയാണ്. അതുകൂടി കാണണം. വേറൊന്ന്, കൊന്നത് എന്തിനായിരുന്നു? RSS കൊല്ലാനുള്ള വാശി എങ്ങനെ വന്നു? അതിന് കളമൊരുക്കിയ സാഹചര്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ രാജ്യവുമായിട്ടൊരു കൂട്ടർ പോയി. ആ പോയപ്പോൾ ഇന്ത്യയുടെ പൊതുമുതലിൽ നിന്ന് ആ പോയവർക്കുള്ള പങ്കുകൂടി ഉണ്ട്, ധാർമ്മികമായിട്ട് അത് കൊടുക്കണമെന്ന് ഈ മനുഷ്യൻ വാശി പിടിച്ചു. അതിനുവേണ്ടി സത്യാഗ്രഹം ഇരുന്നു. ഈ രാജ്യത്തിൻ്റെ ആത്മാവ് പിളർന്നു പോയവർക്ക് ഇനി പണം കൂടി കൊടുക്കണോ എന്നൊരു ചോദ്യം മറുപുറത്ത് വന്നു. ഇങ്ങനെ കുറേ വികാരങ്ങളുണ്ട്. നവഖാലിയിൽ കൂട്ടക്കൊല നടന്നു. അപ്പോൾ ഇദ്ദേഹം ചെന്ന് പറഞ്ഞത് ഹിന്ദു സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ മുസ്ലിങ്ങളെ സംരക്ഷിക്കണം, അവരോട് തിരിച്ചടിക്കുകയല്ല വേണ്ടത്. കാരണം അഹിംസയാണല്ലോ അദ്ദേഹത്തിൻ്റെ മാർഗം. അങ്ങനെയല്ല, ഞങ്ങൾ വെട്ടും കുത്തും കൊല്ലാനും എന്നിട്ട് ഞങ്ങൾ സഹിക്കാനോ, ഇങ്ങനെയൊക്കെയാണ് ഗാന്ധിയോട് വിരോധം ഉണ്ടായി വന്ന കുറേ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പരിശോധിച്ചൂടെ? ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പുറത്ത് പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ടോ പുതിയ കുട്ടികൾക്ക് ഇതൊന്നും യാതൊരു ബാരിയറും ഇല്ല. പ്രത്യേകിച്ച് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്താണെന്നറിയോ? ക്രെഡിറ്റ് ആണൊക്കെ. ടെക്സ്റ്റ് ബുക്കിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് പരീക്ഷ ഒന്നും കിട്ടൂല. അതിനപ്പുറത്തേക്ക് പോയിട്ട് കാര്യകാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് എല്ലാം പറയുമ്പോഴാണ്. ഇപ്പോൾ വിഭജനം എടുത്തോളൂ. വിഭജനം പഠിപ്പിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു അധ്യായമാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും കണ്ണീരും ചോരയും കലർന്നൊരു അധ്യായമാണ്. വേണമെങ്കിൽ ഓർക്കാതിരിക്കാം. ഇനി ഓർത്താൽ എന്താ? ഓർക്കുമ്പോൾ എല്ലാം ഓർക്കണം. ആരാണ് വിഭജനത്തിന് ഉത്തരവാദികൾ? ബ്രിട്ടീഷുകാരുടെ മാത്രം തലയിലിട്ടാൻ പറ്റുമോ? മുഹമ്മദ് അലി ജിന്ന ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. മുസ്ലിം ലീഗാണ്. എന്നാൽ പാർശ്വത്തിൽ പങ്കുവച്ചത് ഇവർക്കൊക്കെ ഉണ്ട്. ഏറ്റവും അവസാനം ഒപ്പുവെച്ച് കൊടുത്ത, സമ്മതം കൊടുത്ത ഒരാളുടെ പേര് ഗാന്ധി എന്നാണ്. ഗാന്ധി കൂടി സമ്മതിച്ചപ്പോഴാണ് വിഭജനം നടന്നത്. അതിന് മുമ്പ് ഒരാളുടെ പേര് വരും. 1935 അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ലീഗ് നേതാവ് ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ വേണം. 37 സാക്ഷാൽ സവർക്കർ, അന്ന് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റാണ്, അഹമ്മദാബാദിലെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഇന്ത്യ ശുദ്ധീകരിക്കാൻ നല്ലത് ഒരു കൂട്ടർക്ക് ഈ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഒരു രാജ്യം കൊടുക്കുന്നതാണ്. 37 അദ്ദേഹം പറഞ്ഞു. 40 മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ചരിത്രം സൂക്ഷ്മമായിട്ട് സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ ഈ എല്ലാവർക്കും ഈ പ്രക്രിയയിലൊക്കെ പങ്കുണ്ടാവും. കോൺഗ്രസ് അംഗീകരിക്കുന്നതിന് മുമ്പ് രാജഗോപാലാചാരി പറഞ്ഞു, പാകിസ്ഥാൻ കൊടുത്തൂടെ? വേണ്ട, ഒന്നിനും പറയണ്ട. ഇതിനൊക്കെ ഇപ്പോൾ RSSനെ കുറ്റം പറയുന്ന ഒരു കൂട്ടരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ. പാകിസ്ഥാൻ വാദത്തെ അനുകൂലിച്ച പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1946 കാലത്ത് അവരുടെ ഒരു രേഖയുണ്ട്. ഈ ഉപദേശീയതകളുടെ സ്വയം നിർണയാവകാശം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തിരുന്ന തിസീസ് ഉണ്ട്. ലോകം മുഴുവൻ ചർച്ച ചെയ്തു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖയാണത്. ഗോപാൽ അധികാരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എഴുതിയുണ്ടാക്കിയത്. അധികാരി തിസീസ് എന്നാണ് അതിന് പറയുക. അതിലെന്താ പറഞ്ഞത്? പാകിസ്ഥാൻ കൊടുക്കണം. എൻ്റെ നാട്ടിൽ പാകിസ്ഥാൻ സിന്ദാബാദ് ലിയ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രചാരണത്തിന് വേണ്ടി 1946 മലപ്പുറത്തും മലബാറിലും ഒക്കെ ലിയാഖത്ത് അലി ഖാൻ, പിന്നീട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായി വന്ന ലിയാഖത്ത് അലി ഖാൻ, അന്ന് ആൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, ജിന്നയുടെ വലങ്കൈയാണ് അദ്ദേഹം. പാകിസ്ഥാൻ ആളെ കൂട്ടാനും പ്രചരണത്തിനും വേണ്ടിയിട്ട് കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പോൾ മഞ്ചേരിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചെറിയൊരു സംഘമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സംഘത്തിൻ്റെ നേതാവ് അന്നും എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന EK ഇമ്പിച്ചി ബാവയാണ്. എന്താ കാരണം? കമ്മ്യൂണിസ്റ്റുകാരെ അനുകൂലിച്ചു. ഞാൻ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ചരിത്രത്തിൽ എല്ലാവരും ഒരു കുറ്റമാണ് വിഭജനമെങ്കിൽ എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. ഗാന്ധി വധം എന്ന് പറയുന്നതിൻ്റെ ശരിയും തെറ്റും ഒക്കെ പരിശോധിക്കുമ്പോൾ ഗാന്ധിയെയും നമുക്ക് വിചാരണ ചെയ്യേണ്ടി വരും. ഇനി ഗാന്ധി ഇന്ത്യക്ക് ചെയ്ത സംഭാവനകൾ പരിശോധിക്കുമ്പോൾ
അത് അത്ര തന്നെ വിയോജിപ്പുകൾ ഗാന്ധിയോടുണ്ടാവും. അതും ചർച്ച ചെയ്യേണ്ടി വരും. ഇതൊന്നും ഒരു ഭാഗം മറച്ചു വെക്കാൻ പറ്റില്ല. സവർക്കറെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ സവർക്കറിനെ സത്യസന്ധമായിട്ട് കാണുന്ന ഒരാളാണ്. 82 വയസ്സ് വരെയാണ് സവർക്കർ ജീവിച്ചത്. ആദ്യത്തെ 41 കൊല്ലം ആദ്യ പകുതി, ഫസ്റ്റ് ഹാഫ് വിട്ടുവീഴ്ചയില്ലാതെ ബ്രിട്ടീഷുകാരോട് കണ്ണടച്ച് പൊരുതിയ ഒരാളാണ്. അത്ര ധീരമായി പൊരുതിയ ഒരാൾ ഇന്ത്യ ചരിത്രത്തിൽ ഇല്ല. സത്യമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ വെറുതെ സൂപ്പർലേറ്റീവിൽ പറയുന്നതല്ല, വസ്തുത പറയുന്നതാണ്. കാരണം ബ്രിട്ടനിൽ ലോ പഠിക്കാൻ പോയ ഒരു ഇന്ത്യൻ നേതാവും ബ്രിട്ടീഷ് മണ്ണിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതിയിട്ടില്ല. അങ്ങനെ പൊരുതിയ ഒരാളേ ഉള്ളൂ, സവർക്കറ. അതുകൊണ്ടാണ് ധീരനാണെന്ന് പറയുന്നത്. അതുമല്ല, ചില്ലറ പണിയല്ല. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്നു. അദ്ദേഹം ഒന്നതല്ല, ആ ഗൂഢാലോചനയിൽ അദ്ദേഹം പങ്കുവഹിച്ചു എന്നുള്ള കേസിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ രത്നഗിരി ജില്ലയുണ്ടല്ലോ, മഹാരാഷ്ട്ര, അവിടുത്തെ നാസിക്കിലെ ജില്ലാ കളക്ടറെ കൊന്നു. ഒരു ജാക്സൺ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, വെള്ളക്കാരനാണ്, അയാളെ കൊന്നു. ഇദ്ദേഹവുമായി ഗൂഢാലോചന നടത്തിയിട്ട് കൊന്നു എന്ന കേസ്. ഈ 2 കൊലപാതകത്തിൻ്റെ കേസിനാണ് 50 കൊല്ലം അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുക. 50 കൊല്ലം. 1911 50 കൊല്ലത്തെ ശിക്ഷക്കാണ് അദ്ദേഹത്തെ അന്തമാൻ ജയിലിലേക്ക് അയക്കുന്നത്. 14 കൊല്ലം ആ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാ? രാജ്യത്തിന് വേണ്ടിയല്ലേ. അതൊക്കെ പരിഗണിക്കണം. 14 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി എൻ്റെ ശിക്ഷാ കാലാവധി തീരുന്നവരിവിടെ കിടന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എരിഞ്ഞിരുന്നൊരു സ്വപ്നമുണ്ട്. അത് ഹിന്ദു രാഷ്ട്രമാണ്. ആ സ്വപ്നത്തോട് എനിക്കും നിനക്കും വിയോജിക്കാം, പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നം കാണാൻ അദ്ദേഹത്തിന് അവകാശമില്ലേ? ആ സ്വപ്നമാണ് ശരിയെന്ന് വിശ്വസിക്കാൻ ഇന്ത്യയിൽ ഒരു വിഭാഗത്തിന് അവകാശമില്ലേ? ഞാൻ എല്ലാ മതരാഷ്ട്രങ്ങൾക്കും എതിരാണ്. ഹിന്ദു രാഷ്ട്രം, ഇസ്ലാമിക രാഷ്ട്രം, ക്രിസ്തു രാഷ്ട്രം എന്നാര് പറഞ്ഞാലും. പക്ഷേ ഹിന്ദു രാഷ്ട്രത്തെ ശരിയായി വ്യാഖ്യാനിച്ചിട്ട് ഈ ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദു സമം ഹിന്ദുസ്ഥാൻ, ഇന്ത്യയിലെ മുഴുവൻ പുൽക്കൊടികളെ ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായൊരു സംസ്കാരത്തിൻ്റെ പേരാണ് ഭാരതീയ സംസ്കാരമെന്നും ആ സംസ്കാരമുള്ള ഒരു രാഷ്ട്രം എന്ന അർത്ഥത്തിലാണ് ഹിന്ദു രാഷ്ട്രമെങ്കിൽ അതിനെ പിന്തുണക്കാൻ ഇന്ത്യയിൽ ആർക്കും മടിയുമില്ല. ഇതാണ് ഞാൻ പറയുന്നത്. ഇതിനെയൊക്കെ കുറെ കൂടി ക്ലാരിറ്റിയോടെ, സൗമ്യതയോടെ, ഇപ്പോൾ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകും, വസ്തുതയാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ. അതുപോലെ പറയാൻ പറ്റണം. അതിന് പകരം ഇങ്ങനെ ദുർവാശി പിടിപ്പിക്കുക. അപ്പോൾ സുരേന്ദ്രന്മാരുണ്ടാവും, സുരേന്ദ്രൻ അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയും. ആരാ പറയാത്തത്? അത് മാത്രം മിണ്ടാൻ പാടില്ല, RSS മിണ്ടിക്കൂടാ, സവർക്കർ മിണ്ടിക്കൂടാ. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വന്നാൽ ഞങ്ങൾ പഠിപ്പിക്കും. ഇത്രയും കാലം ഞങ്ങൾ വന്നിട്ടില്ലല്ലോ, നിങ്ങൾ ഇത്രയും കാലം ഭരിച്ചില്ലേ, 10-70 കൊല്ലങ്ങൾ ഭരിച്ചില്ലേ, ഇനി ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ സവർക്കറെ പഠിപ്പിക്കും, ഞങ്ങൾ വേണ്ടി വന്നാൽ എന്താ ഗോൾവാൾക്കറെ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, ഹെഡ്ഗേവാറിനെ പഠിപ്പിക്കും. അത് പറയേണ്ടത് സുരേന്ദ്രൻ തന്നെ. സുരേന്ദ്രൻ പറയുക തന്നെ വേണം. പറ്റിയാൽ ചെയ്യുകയും ചെയ്യണം. എന്താ ചെയ്താൽ? ഇന്ത്യയിലെ സാംസ്കാരിക പ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ രാഷ്ട്രനായകന്മാരോ ഒക്കെ ആയ കൂട്ടത്തിൽ ഇവരൊക്കെ ഉണ്ടല്ലോ. അവരോട് വിയോജിപ്പുണ്ടാവും. വിയോജിപ്പുള്ളപ്പോഴും അവരെ പഠിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, പേര് കേൾക്കാൻ പാടില്ല, എവിടെ കണ്ടാലും കരിയോയിൽ ഒഴിക്കണം എന്നൊക്കെ പറയുന്ന നയം ശരിയാണോ? അത് ജനാധിപത്യമല്ല എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സുരേന്ദ്രന്മാരുടെ പ്രസ്താവനകൾ ഉണ്ടാകുന്നത് അതാണ്. എന്തുകൊണ്ട് സുരേന്ദ്രൻ എന്നാണ് ചോദ്യം. അത് നീ ചോദിച്ചതാണ്. എന്തുകൊണ്ട് സുരേന്ദ്രന് അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നു? അത് അങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് സുരേന്ദ്രനെ പോലൊരു BJP നേതാവിനെ നിർബന്ധിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ആരുണ്ടാക്കിയെടുത്തു? അത് ജനാധിപത്യപരമാണോ? ഇതാണ് ചോദ്യം. അതുകൊണ്ട് കേരളം കുറെ കൂടി ജനാധിപത്യ സമൂഹമായി തീരേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയമായ ദുർവാശികൾക്ക് അപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എനിക്ക് മാത്രം ഭരിക്കാനുള്ള നാടാണെങ്കിൽ ഇതെങ്ങനെ ജനാധിപത്യ രാജ്യമാവുക? ഞാനും എൻ്റെ അച്ഛനും ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിനാണ് രാജാധിപത്യം എന്ന് പറയുക. എനിക്കിഷ്ടമില്ലാത്തവർക്ക്, എൻ്റെ ബദ്ധവൈരികൾ, ഞാൻ ആരെയാണോ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടി രാവും പകലും പണിയെടുത്തത്, അവൻ അധികാരത്തിൽ വരുമ്പോൾ അവൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് ഇന്നു മുതൽ എൻ്റെയും കൂടി പ്രധാനമന്ത്രിയാണ് നീ, അല്ലേ എന്ന് സ്നേഹപൂർവ്വം പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ പേരാണ് ജനാധിപത്യം. ആ സംസ്കാരത്തിലേക്ക് കേരളം എത്തിയിട്ടില്ലെങ്കിൽ കേരളം ഇപ്പറഞ്ഞ പ്രബുദ്ധതയൊന്നും ഇപ്പോഴും നേടിയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞാലുള്ളൊരു ഗുണമുണ്ട്. എൻ്റെ പ്രധാനമന്ത്രിയാണ് അങ്ങ് എന്ന് എല്ലാ ദിവസവും ഓർത്തുകൊണ്ട് പോകുമ്പോൾ ആ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോൾ നമുക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ പറ്റും, ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കാൻ പറ്റും, വേണമെങ്കിൽ ജുഡീഷ്യറിയെ സമീപിക്കാൻ പറ്റും, പത്രത്തിൽ ലേഖനം എഴുതാനൊക്കെ പറ്റും. അത് അംഗീകരിക്കാനുള്ള സന്മനസ് അവർക്കും ഉണ്ടാവും. എപ്പോൾ? അതിന് ജനാധിപത്യ രീതിയിൽ പെരുമാറണം. ജനാധിപത്യത്തിൻ്റെ രീതിശാസ്ത്രം, ജനാധിപത്യത്തിൻ്റെ ഭാഷ, ജനാധിപത്യത്തിൻ്റെ സംസ്കാരം അത് കേരളത്തിൽ ഇപ്പോഴും വേണ്ടത്ര സ്വായത്തമായിട്ടില്ല. ഇനി എന്നാണാവോ നവോത്ഥാന കേരളമോ നവകേരളമോ ഒക്കെ ആ ഒരു തലത്തിലേക്ക് വളരുക എന്നത് എൻ്റെ ഒരു സ്വപ്നം മാത്രമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴേ കേരളം പൂർണ്ണമാവുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.